വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മാംഗോ സീസണാണിപ്പം. അപ്പം മാംഗോ കൊണ്ടുള്ള ഒരു ഡെസേർട്ടായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് ഒരു ഈദ് സ്പെഷ്യൽ മാംഗോ ഡെസേർട്ടാണ്. ബ്രെഡും മാംഗോയും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ, തീയൊന്നും കത്തിക്കാതെ നോൺ കുക്കിംഗ് ഒരു ഡെസേർട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴും, അതുപോലെ ഇപ്പോൾ ഈദ് വരികയാണ്, ഈദ് സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റായ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം നല്ലതുപോലെ പഴുത്ത മാങ്ങ എടുക്കുക. ഇത് നല്ല പഴുത്തിട്ടുണ്ട്. എപ്പോഴും പുളി കുറവുള്ള ഒരു മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അത് നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. നമ്മളിതൊന്ന് മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്തു. അതെല്ലാം ഇട്ടില്ല, കുറച്ച് കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. തണുത്ത പാലാണ് കേട്ടോ. ഇനി ഒരു 1/4 കപ്പോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്ത് തന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ, ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് വെള്ളമായി പോകാൻ പാടില്ല, കാരണം ഇതിൽ നമ്മൾ ഇനി ബ്രെഡൊക്കെ മുക്കിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം കണ്ടൻസ് മിൽക്ക് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് പാലെടുത്തിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ പാലും ആ ഒരു കണ്ടൻസ് മിൽക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് ലൂസൊന്നും ആകാൻ പാടില്ല. ഈ ഒരു കുറച്ചൊന്ന് എന്താ പറയുക, നമ്മളുടെ ആ ഒരു ബ്രെഡ് മുക്കുന്ന രീതിയിലൊന്ന് ഉണ്ടായാൽ മതി. അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിൽ, ഈ ഒരു ബൗളിലാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു 7 ബ്രെഡോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയാൽ മതി നമ്മളുടെ ഒരു നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രത്തിൻ്റെ അളവനുസരിച്ചുള്ള ബ്രെഡിൻ്റെ അളവ്. അപ്പോൾ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ ഒരു ബ്രെഡ് 2ആയിട്ട് കട്ട് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ബ്രെഡ് ഈ ഒരു നമ്മുടെ മാംഗോ മിക്സിൽ ഇതൊന്ന് ഡിപ്പ് ചെയ്യുകയാണ്. 2 സൈഡും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു നമ്മളുടെ ഈ സെറ്റ് ചെയ്യുന്ന ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ബ്രെഡും ഒരു ലെയർ നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലെടുത്തതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ വലുതായിട്ട് എടുക്കുമ്പം എന്താ പറയുക, ഒറ്റ ബ്രെഡായിട്ട് തന്നെ എടുത്താൽ അത്രയ്ക്ക് ഉണ്ടാവത്തില്ല. ഇപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആണെങ്കിൽ നമുക്ക് മുറിച്ചെടുക്കാനും സുഖമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇതുപോലെ മുറിക്കേണ്ടതെങ്കിൽ ഒറ്റ ബ്രെഡായിട്ട് തന്നെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ എല്ലാം ഈ ബ്രെഡും ഞാൻ ഇതുപോലെ തന്നെ 2 സൈഡ് ഡിപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഇതെല്ലാം ഫില്ല് ചെയ്യുക. ചെറിയ ബ്രെഡായിട്ട് കട്ട് ചെയ്തിട്ടും അതും ഫില്ല് ചെയ്യുക. അപ്പോൾ ഇത് ഞാനിത് എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെയാണ് കേട്ടോ, ആ ഒരു ലെയർ ഇതുപോലെ തന്നെ ഞാൻ എല്ലാം സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇത്രയായിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ഒരു ബ്രെഡ് ഒന്നും കൂടി നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി ഒരെണ്ണം കൂടി വന്നപ്പം നമ്മളുടെ എന്താ പറയുക, പാത്രത്തിൻ്റെ ആ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് ഇതൊന്ന് ലെവലാക്കി എടുക്കുക. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇപ്പം ഒരു ലെയർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് ആ ഒരു മീതിയിലോട്ട് നമ്മളുടെ ഒരു സ്പൂൺ കൊണ്ട് ഈ ഒരു മാംഗോയുടെ പൾപ്പ് ഇതും കൂടി ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് ലെവലാകാൻ വേണ്ടി, ആ ഒരു ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രം, ആ ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രം ഞാനിതൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അതേ ഒരു ലെയർ നമ്മളുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ ആദ്യം തന്നെ മാംഗോ കുറച്ച് മാറ്റി വെച്ചിരുന്നു, അത് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിനി ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് മാംഗോ ഇങ്ങനെ കടിക്കുന്നത് വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ചെറിയ പീസസ് ആയിട്ട് എടുത്തിട്ട് അതൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമനുസരിച്ച് ഇനി ഇതിൻ്റെ ഇടയ്ക്ക് നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് ഇടാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മാംഗോ മാത്രമാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം ബ്രെഡ് ഈ ഒരു മാംഗോ പ്യൂരിയിലും മുക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം ഇതുപോലെ തന്നെ സെയിം ആയിട്ട് തന്നെ ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്, ഈ ഒരു മാംഗോ പ്യൂരിയിൽ ബ്രെഡ് മുക്കിയിട്ട്. അപ്പോൾ സൈഡിൽ ആ ഒരു ഗ്യാപ്പും ചെറിയൊരു ബ്രെഡ് പീസസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ആ ഒരു പ്യൂരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഗ്യാപ്പ് ഒന്ന് ഫില്ലാകാൻ വേണ്ടി, ആ ഒരു ബ്രെഡിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ലാകാൻ വേണ്ടി കുറച്ചൊന്ന് മാംഗോ പ്യൂരി ഇതിലേക്ക് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ദേ എല്ലാം ഞാനിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ഒരു വളരെ കുറച്ച് വീതം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഇനി നമുക്ക് ഇതിലേക്ക് മാംഗോയുടെ ചെറിയ ചെറിയ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മാംഗോയുടെ പീസസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊരു പേപ്പർ കൊണ്ട് ഇതൊന്ന് മൂടി കൊണ്ട് കവർ ചെയ്തോ അല്ലെങ്കിൽ ക്ലീൻ പേപ്പർ കൊണ്ട് കവർ ചെയ്തോ നമുക്കിതൊന്ന് ഫ്രിഡ്ജിലൊന്ന് ഒരു അരമണിക്കൂറൊന്ന് വെക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മധുരമുള്ള വിപ്പിംഗ് ക്രീം ആണെങ്കിൽ അതിലേക്ക് പ്രത്യേകിച്ച് സ്വീറ്റൊന്നും ഇടാൻ ആവശ്യമില്ല. ഇതിലേക്കൊരു കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ ഞാനൊരു കണ്ടൻസ് മിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമുക്ക് ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ വിസ്ക് കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് നല്ലോണം ഒന്നും ഇത് ബീറ്റ് ചെയ്തെടുത്താൽ മതി. കാരണം നമ്മളുടെ ബീറ്റർ കൊണ്ടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിത് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ ഒരു നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് നിങ്ങൾക്ക് അഥവാ നല്ലതുപോലെ നല്ല ഒരു ഫ്ലഫി ആയിട്ട് ബീറ്റ് ആവണമെങ്കിൽ ബീറ്റർ കൊണ്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അത്രയ്ക്കൊന്നും എടുക്കുന്നില്ല. അപ്പോൾ എല്ലാം ഞാൻ ഒരു ലെവലിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പിസ്തയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിസ്തയോ ബദാമോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് എന്താ പറയുക ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നമുക്കിത് ഒന്നും കൂടി ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മാംഗോ പീസസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇടാം കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഞാനൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി കുറച്ചുകൂടി മാംഗോ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഇത് ഒരു ക്ലീൻ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ എപ്പോഴും കവർ ചെയ്ത് വെക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറോളം ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഒരു 1.5 മണിക്കൂറോളം വെച്ചിട്ടോ. ഇനി അരമണിക്കൂർ വെക്കാൻ ടൈമുള്ളെങ്കിൽ അത്രയും മതി. അപ്പോൾ ഞാനൊരു ടൈം ഉള്ളത് കൊണ്ട് ഞാനൊരു 1.5 മണിക്കൂർ വെച്ചു. അപ്പോൾ നല്ലതായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ആയിട്ട് തണുത്തും നല്ലൊരു എന്താ പറയുക പ്രത്യേക മാംഗോയുടെ പ്രത്യേക ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ നമുക്കിതൊരു പീസ് കട്ട് ചെയ്ത് നമുക്ക് നോക്കാം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനൊരു കത്തി കൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് തണുത്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പ്രത്യേക ഒരു ഫ്ലേവറാണ് ഇത് തുറന്നപ്പോൾ തന്നെ. അപ്പോൾ ഇതൊന്ന് നമുക്കൊരു പീസ് എടുത്തിട്ട് നമുക്കൊന്ന് ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ച് നോക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റൊരു പ്ലേറ്റിലോട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പം കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മാംഗോ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഈ ഒരു ഇതിനെ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു അടിപൊളിയായിട്ട് വീഡിയോ കാണുന്നവരെ താങ്ക് യു.